Hello friends. ഈ വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് വാല്യുവേഷൻ എന്ന സബ്ജക്റ്റിലെ എസ്റ്റിമേറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് ഏതൊക്കെയാണ്, അതേപോലെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു എസ്റ്റിമേറ്റ്? ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നേരം അവിടെ ചിലവാകുന്ന അമൗണ്ട് എന്തൊക്കെയാണ്, നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ്, അതേപോലെ ലാൻഡിൻ്റെ കോസ്റ്റ്, ലേബർ ചാർജസ്, ഇങ്ങനെ ആ ഒരു ടോട്ടൽ പ്രോജക്റ്റിന് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വേണ്ടി വരുന്ന ചിലവുകൾ ഇവയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനെല്ലാമാണ് നമ്മൾ എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ ആർട്ട് ഓഫ് കാൽക്കുലേറ്റിംഗ് ഓർ കമ്പ്യൂട്ടിംഗ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് or project to find out its approximate cost likely to be incurred, the quantity required or various materials, requirement of labor, etc. is called estimation. അതായത് മൊത്തത്തിൽ ചിലവാകുന്ന കോസ്റ്റ് എത്രയാണ്, നമുക്ക് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ലേബർ ചാർജസ് എത്ര വരും, അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡേറ്റയാണ് വേണ്ടത്? ആദ്യം തന്നെ ഡ്രോയിങ്സ് വേണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് വേണം. പ്ലാന്, സെക്ഷണൽ വ്യൂസ്, അതേപോലെ ലൊക്കേഷൻ മാപ്പ്, അങ്ങനത്തെ ഡ്രോയിങ്സിൻ്റെ എല്ലാം ബേസിസിലായിരിക്കും നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് വേണം നമുക്ക് ആദ്യം ഈ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യം വരുന്നത്. രണ്ടാമത്തേത് സ്പെസിഫിക്കേഷൻസ്, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഓരോ മെറ്റീരിയലും ഏത് രീതിയിൽ വേണം ഓരോ പാർട്ടും കൺസ്ട്രക്ട് ചെയ്യാൻ, അങ്ങനത്തെ ഓരോ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രോജക്റ്റ് വർക്ക്സിൽ. അപ്പോൾ ഈ സ്പെസിഫിക്കേഷനും ആവശ്യമാണ്. മൂന്നാമതായിട്ട് റേറ്റ് ആവശ്യമാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്, അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടു മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഫോർ എ വർക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഡ്രോയിങ്സ്, സ്പെസിഫിക്കേഷൻസ് ആൻഡ് റേറ്റ്സ് ഓഫ് ദ മെറ്റീരിയൽസ്. ഇനി എസ്റ്റിമേറ്റ്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബ്രോഡായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റഫ് എസ്റ്റിമേറ്റും ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റും. റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ വളരെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിന് ഓരോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ഐറ്റം റേറ്റിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റിന് വീണ്ടും പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. Rough cost estimate is prepared without going into details of different items of work. It is prepared by different methods. അതിൽ ആദ്യത്തേതാണ് preliminary or approximate or abstract estimate. പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് ഒരു ഫൈനാൻഷ്യൽ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ ഒരാൾക്കൊരു വീട് പണിയണം. അപ്പം ഇനീഷ്യലി എത്രത്തോളം ചിലവാകുമെന്ന് റഫായിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ്, ഒരു കോൺട്രാക്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കോൺട്രാക്ട് ഒരു എസ്റ്റിമേറ്റ് പറയും. അതായത് ഇത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ക്ലയൻറ്റിന് വേണ്ടത് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടർ അതിൻ്റെ ബേസിസിൽ റഫായിട്ടൊരു എസ്റ്റിമേറ്റ് തരും. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം കോസ്റ്റ് നമുക്ക് ഈ പ്രോജക്റ്റ് നടക്കും തോറും മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിലൊക്കെ ചേഞ്ചസ് വരാം. അപ്പോൾ അതൊന്നും കൺസിഡർ ചെയ്ത് റഫായിട്ടൊരു വാല്യൂ ഇനീഷ്യലി പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. Preliminary or approximate or abstract estimate is required for preliminary studies on various aspects of a work or a project to decide the financial position and policy for administrative sanction by the competent administrative authority. This estimate is prepared showing separately the approximate cost of all important items of work like cost of land, cost of each building, cost of roads, water supply, electrification, etc. അപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ കേസ് പറയുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മളൊരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മളിവിടെ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു, എത്ര ക്വാണ്ടിറ്റി റിസർവോയറിന്, എത്ര ക്വാണ്ടിറ്റി കപ്പാസിറ്റിയുള്ള റിസർവോയർ ആയിരിക്കും അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതേപോലെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് കാണും. അപ്പോൾ ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം അമൗണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് വരും എന്നത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഗവൺമെൻറ് അതിൻ്റെ ഫൈനാൻഷ്യൽ സാങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രം നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റാണ് ഈ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. അടുത്തത് പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഫോർ ബിൽഡിങ്സ്.
അപ്പം നമ്മൾ ബിൽഡിങ്സിൻ്റെ പ്ലിന്ത് ഏരിയയെക്കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ്സസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ പിന്നീട് താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്ലിന്ത് ഏരിയയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ പ്ലിന്ത് ഏരിയ എത്ര ഉണ്ടോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ട്, അതായത് അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു റേറ്റ് വെച്ചിട്ട് ഏകദേശം നമ്മൾ പ്ലിന്ത് ഏരിയ റേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. The plinth area estimate is calculated by finding the plinth area of the building and multiplying it by the plinth area rate. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ തന്നെ അടുത്ത് ആ ഒരു ലൊക്കേഷനിൽ തന്നെ എവിടെയെങ്കിലും ഒരു പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേറ്റ് വെച്ചിട്ട് പ്ലിന്ത് ഏരിയ റേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് ഈ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നേരം നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് കിട്ടും. അടുത്തത് ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് ഈ ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ക്യൂബിക്കൽ വോള്യൂം കണ്ടുപിടിക്കും. അതായത് ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യൂബിക്കൽ റേറ്റ് വെച്ച് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ് കമ്പയർഡ് ടു പ്ലിന്ത് ഏരിയ റേറ്റ്. അടുത്തത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ റണ്ണിങ് മീറ്ററിൻ്റെ ടേംസിൽ നമ്മൾ വോൾ പോകുന്നതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ പ്ലിന്തിൻ്റെ, അതായത് സബ്സ്ട്രക്ചറിൻ്റെ ഒരു റേറ്റും അതേപോലെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ, അതായത് പ്ലിന്തിന് മുകളിലോട്ടുള്ള വാൾസിൻ്റെ എല്ലാം ഒരു റണ്ണിങ് മീറ്റർ ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സൂപ്പർ സ്ട്രക്ചറിൻ്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വാൾസിൻ്റെ ലെങ്ത്ത്, റണ്ണിങ് മീറ്റർ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പെർ മീറ്റർ റേറ്റ് ഒരു പർട്ടിക്കുലർ വാല്യൂ കാണും. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു അപ്രോക്സിമേറ്റ് റേറ്റ് സൂപ്പർ സ്ട്രക്ചറിൻ്റെ കിട്ടും. ഇനി സബ് സ്ട്രക്ചറിൻ്റെ, ഫൗണ്ടേഷൻ്റെയോ പ്ലിന്തിൻ്റെയോ ആണെങ്കിൽ പ്ലിന്ത് റേറ്റ് പെർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര വേണം എന്നൊരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. In this method, approximate total length of walls is found in running meter, and this total length is multiplied by the rate per running meter of wall, gives a fairly accurate cost. ഇനി ഇതിനെ രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫൗണ്ടേഷൻ ഇൻക്ലൂഡിംഗ് പ്ലിന്ത്. ഇതിൻ്റെ ഒരു റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് the approximate quantities of items such as excavation, foundation, brickwork up to plinth and DPC, dam proof course, are calculated per running meter and by multiplying by the rates of these items. ഇപ്പോൾ പ്ലിന്ത് വരെയുള്ള നമുക്ക് വേണ്ടി വരുന്ന എക്സ്കവേഷന്, അതേപോലെ DPC, ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കാനുള്ള റേറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ കാണും പെർ മീറ്റർ എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്. അത് ഇൻറ്റു ഈ റണ്ണിങ് മീറ്റർ ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ റേറ്റ് കിട്ടും. ഇതേപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ നമുക്ക് ചെയ്യാം. ദ പ്രൈസ് or rate per running meter is determined from the approximate quantities of brickwork, woodwork, roof, floor finishing, etc. ഇതിനെ വാളിൻ്റെ റണ്ണിങ് മീറ്റർ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിൻ്റെ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഐറ്റം റേറ്റ് estimate. For this estimate, the work is divided into different items of work and quantities under each item are taken out and then abstract of estimate cost is prepared at suitable rates. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണ്ടി വരും എന്നുള്ള ആദ്യമേ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നുള്ള ടേം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും എല്ലാ മെറ്റീരിയൽസും എത്രത്തോളം യൂസ് ചെയ്യുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് എസ്റ്റിമേറ്റ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. Detailed estimate is an accurate estimate and consists of working out the quantities of each items of work and working the cost. Dimensions, length, breadth and height of each item are taken out correctly from the drawing and quantities of each item are calculated
ആൻഡ് അബ്സ്ട്രാക്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ആർ ഡൺ. അതായത് നമ്മുടെ ടെക്നിക്കൽ ഡ്രോയിങ്സിൽ നിന്നും പ്ലാൻ ആൻഡ് സെക്ഷൻ എലിവേഷൻ ഈ ഡ്രോയിങ്സിൽ നിന്നും നമുക്ക് ഓരോ മെറ്റീരിയലും എത്രത്തോളം മെറ്റീരിയൽസ് വേണ്ടി വരുന്നു എന്നത് നമ്മൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്ത് ഹൈറ്റെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് അതാത് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സാങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് സാങ്ഷൻ കിട്ടിയതിന് ശേഷമാണ് അതിൻ്റെ ടെക്നിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയും ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ജനറൽ സ്പെസിഫിക്കേഷൻസ്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് ഓഫ് വർക്ക് ഏതാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, എങ്ങനത്തെ ക്വാളിറ്റി കൺട്രോൾ അവിടെ എൻഷുർ ചെയ്യണം, അങ്ങനത്തെ പല സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡ്രോയിങ്സ് ഉണ്ടായിരിക്കണം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഡ്രോയിങ്സ് ഉണ്ടായിരിക്കണം. കാൽക്കുലേഷൻസ് ആൻഡ് ഡിസൈൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ സ്ട്രക്ചറൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഇപ്പോൾ റീബാർ, സ്റ്റീൽ എത്രത്തോളം വേണ്ടി വരുന്നു, സിമെൻറ്റ് എത്രത്തോളം വേണ്ടി വരുന്നു, അങ്ങനത്തെ കാൽക്കുലേഷൻസും ഡിസൈൻസും എല്ലാം ഉണ്ടായിരിക്കണം. റേറ്റ് അനാലിസിസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം ഈ രണ്ട് ടേബിൾസിൻ്റെ പേരൂടെ നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡ്രോയിങ്സിൽ നിന്നും എല്ലാ ക്വാണ്ടിറ്റിയുടെയും കറക്റ്റ് മെഷർമെൻറ്റ് എത്രത്തോളം വേണ്ടി വരുന്നു എന്നത് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അത് എൻറ്റർ ചെയ്യുന്ന ടേബിളിനെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോം എന്ന് വിളിക്കുന്നത്. ഈ ഒരു ടേബിളിനുള്ളിലാണ് നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി എത്ര വേണം എന്ന് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രിക്ക് വർക്ക് എത്ര വേണം എന്ന് കണ്ടുപിടിക്കാനാണ് എങ്കിൽ നമ്മൾ ബ്രിക്ക് വർക്ക് വോള് പോകുന്ന എത്ര ലെങ്ത്തിലാണ് വോള് പോകുന്നത്, ലെങ്ത്തിൻ്റെ തിക്നെസ് എത്രയാണ്, എത്ര ഹൈറ്റാണ് ഒരു ഫ്ലോർ ലെവലിന് വരുന്നത്, അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് എത്ര വേണമെന്നുള്ളത് കിട്ടും. ഇതിൽ നിന്നും ഡിഡക്ഷൻസും കാണും. അതായത് നമ്മൾ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെയും സൈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആ ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്തതിന് ശേഷമാണ് ടോട്ടൽ ബ്രിക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ ടോട്ടൽ ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് ഈ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഫോമിലാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ക്വാണ്ടിറ്റീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോമിനുള്ളിലാണ് അത് എൻറ്റർ ചെയ്യുന്നത്. ഈ ഒരു ടേബിളിനെ നമ്മൾ അബ്സ്ട്രാക്ട് ടേബിൾ എന്നും വിളിക്കാറുണ്ട്, അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോം എന്നും വിളിക്കാം. അപ്പോൾ ഈ ഒരു ടേബിളിലാണ് നമ്മൾ ഓരോ, ഇപ്പോൾ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വന്നു, ബ്രിക്ക് വർക്കിൻ്റെ യൂണിറ്റ് റേറ്റ് എത്രയാണ്, അത് വെച്ച് നമുക്ക് ഈ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം ടോട്ടൽ റേറ്റ് ബ്രിക്ക് വർക്കിന് മാത്രം എത്രത്തോളം വരുമെന്നത് കിട്ടും. അപ്പോൾ ഇത് റേറ്റ് കണ്ടുപിടിക്കുന്ന ടേബിൾ അല്ലെങ്കിൽ റേറ്റ് എൻറ്റർ ചെയ്യുന്ന ടേബിളാണ് ഈ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ഫോം. അപ്പോൾ ഈ രണ്ട് ടേബിൾസിൻ്റെ പേരൂടൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൂടാതെ മറ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് എസ്റ്റിമേറ്റ്സ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ആദ്യത്തേത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പം നമ്മൾ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റ് എമൗണ്ടിൽ നിന്നും 5% വ്യത്യാസം എമൗണ്ടിൽ വരുവാണ് എങ്കിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് റിവിഷൻ ഈ എസ്റ്റിമേറ്റിൽ വരുത്തണം. Revised estimate is detailed estimate and is required to be prepared under any one of the following circumstances: when the original sanctioned estimate is exceeded or likely to exceed by more than 5%. അപ്പം എപ്പോഴാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന്, വെൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റ് എമൗണ്ടിൽ നിന്നും 5%-ലധികം എക്സീഡ് ചെയ്യും എമൗണ്ട് എങ്കിൽ നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ വെൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് എക്സീഡ്സ് or likely to exceed the amount of administrative sanction by more than 10%. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വർക്കൊക്കെ എടുക്കാൻ നേരം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ പറയുന്ന അമൗണ്ടിനെക്കാട്ടിലും ഒരു 10% കൂടുതൽ എക്സീഡ് ചെയ്യുവാണെങ്കിലും നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. When there are material deviation from the original proposal, even though the cost may be met from the sanctioned amount. ഇപ്പോൾ ഇനിഷ്യലി സാങ്ഷൻ ചെയ്ത അമൗണ്ടിൽ വർക്ക് നിൽക്കും, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ വ്യത്യാസം ഉണ്ട് എങ്കിലും നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എപ്പോഴൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, വെൻ ദ ഒറിജിനൽ എസ്റ്റിമേറ്റിനേക്കാളും 5%-ൽ കൂടുതൽ എമൗണ്ട് എക്സീഡ് ചെയ്യുന്നു എങ്കിൽ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയ അമൗണ്ടിനേക്കാളും 10%-ൽ കൂടുതൽ എക്സീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്.
സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും അഡീഷണൽ വർക്ക് വരുവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി ഒരു 4 ബെഡ്റൂം ഒരു അല്ലെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീടായിരുന്നു കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അതിൻ്റെ കൂടെ അഡീഷണലി പുറത്തൊരു ഔട്ട് ഹൗസ് കൂടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പുറത്തോട്ടൊരു എക്സ്റ്റൻഷൻ വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ അഡീഷണൽ വർക്ക്സ് എന്തെങ്കിലും വരുവാണെങ്കിലാണ് ആ അഡീഷണൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റൂടെ പ്രിപ്പയർ ചെയ്യും. Supplementary estimate is a detailed estimate and is prepared when additional works are required to supplement the original work or when further development is required during the progress of work. അടുത്തത് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇനി സപ്ലിമെൻ്ററിയുമാണ് റിവൈസ്ഡുമായിട്ട് വരുന്ന എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ഇനീഷ്യലി നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം ഒരു പർട്ടിക്കുലർ അമൗണ്ട് വന്നല്ലോ കോസ്റ്റ്. പക്ഷേ കൺസ്ട്രക്ഷൻ പ്രോസസ്സിന് ഇടയ്ക്ക് വെച്ച് ഒന്നുകിൽ ചില വർക്ക് നമ്മൾ ഒമിറ്റ് ചെയ്തു, അതായത് ചില വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരുന്ന എസ്റ്റിമേറ്റിൻ്റെ 95% താഴെ അമൗണ്ടേ വരുത്തുള്ളൂ കൺസ്ട്രക്ഷൻ എങ്കിൽ നമ്മൾ വീണ്ടും ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. When a work is partially abandoned and the estimated cost of the remaining work is less than 95% of the original work, that is less than 95% of the original sanctioned estimate, or when there are material deviations and changes in the design which can cause substantial saving in the estimate, then the amount of the original estimate is revised by the competent authority. അതായത് ഇനീഷ്യലി നമ്മൾ ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് വർക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തു. അതായത് ഇപ്പോൾ ഒരു 3 ബെഡ്റൂം പണിയുന്നതിന് പകരം 2 ബെഡ്റൂമേ പണിയുന്നുള്ളൂ, അല്ലെങ്കിൽ മുകളിലോട്ടൊരു നില പണിയുന്നില്ല എന്ന് തീരുമാനിക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒറിജിനലി ഇട്ടിരുന്ന ഈ 2 ലക്ഷം എന്നുള്ള എസ്റ്റിമേറ്റിൽ നിന്ന് അമൗണ്ട് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പുതിയ എസ്റ്റിമേറ്റിനെയാണ് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ എസ്റ്റിമേറ്റ് എന്നുള്ള കീവേഡാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ആനുവൽ റിപ്പയർ ഓർ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഇത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓൾറെഡി നേരത്തെ പണിഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ റിപ്പയർ വർക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന അമൗണ്ട്, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അതിനെ ആനുവൽ റിപ്പയർ ഓർ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്. പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ വർക്ക് വരുവാണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റിനെയാണ് എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതിനെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റുമായിട്ട് കൺഫ്യൂസ് ചെയ്യല്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് നമ്മൾ വരുന്നത് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ അഡീഷണൽ വർക്ക് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. ഇവിടെ എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു വർക്കിന് നമ്മൾ വീണ്ടും പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യുവാണ്, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്. When some changes and extensions are required to be made in the old work, the cost of which cannot be met by the annual repair or maintenance estimate, a detailed estimate is prepared for such work, which is called as extension and improvement estimate. അപ്പോൾ നേരത്തെ പറഞ്ഞ ആനുവൽ റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റിനുള്ളിൽ നിൽക്കാത്ത അമൗണ്ട് ആണെങ്കിലാണ് നമ്മൾ ഈ സെപ്പറേറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമ്മുടെ റഫ് എസ്റ്റിമേറ്റ് ആയിരുന്നു. അതിൽ നമ്മൾ കുറച്ച് പ്രിലിമിനറി എസ്റ്റിമേറ്റ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക്കൽ റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ടൈപ്സ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്, അതായത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്താണെന്നുള്ളത് നോക്കി അതിൻ്റെ പല ടൈപ്സ്, അതിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ഇതുപോലെ ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ്, എക്സ്റ്റൻഷൻ ഇംപ്രൂവ്മെൻറ്റ് എസ്റ്റിമേറ്റ്സ്, അങ്ങനെ കുറച്ച് എസ്റ്റിമേറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നത് എന്നറിഞ്ഞിരിക്കണം. അതേപോലെ എത്ര പെർസെൻറ്റേജോളം ഒക്കെ ഡീവിയേഷൻ വരുമ്പോഴാണ് ഓരോ എസ്റ്റിമേറ്റ്സും, നമ്മളിപ്പം പറഞ്ഞ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഒക്കെ എത്ര പെർസെൻറ്റേജ് ഒക്കെ ഡീവിയേഷൻ വരുമ്പോഴാണ് എന്ന കീവേഡ്സ് കൂടെ ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് കൂടെ നോക്കാം. ആദ്യത്തേത് പ്രോജക്റ്റ്. പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു വലിയ വർക്ക് നമുക്ക് വരുവാണ്. അതായത് ഇപ്പോൾ ഒരു വില്ല പ്രോജക്റ്റ് വരുന്നു. അപ്പോൾ വില്ല പ്രോജക്റ്റ് എന്ന ടേം നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്? അതിലൊരു ബിൽഡിംഗ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ വരുന്നു. ഇപ്പം ഇലക്ട്രിഫിക്കേഷൻ, അതേപോലെ സീവർ ലൈൻസ് ലേ ചെയ്യേണ്ടി വരും, വാട്ടർ സപ്ലൈ ലൈൻസ് ലേ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നത്. Project means a full scheme consisting of detailed technical report, history, design, data, calculations, drawings, specifications, rates, project estimates. It is a detailed requirement of proposal or scheme. Project gives full details of all work,
ഇൻവോൾവ് ഫോർ ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്. ഈ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു വില്ല പ്രോജക്റ്റിൽ വരുന്ന ഓരോ ബിൽഡിങ്സിൻ്റെ അതിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ്സ്, മെറ്റീരിയൽസ്, എസ്റ്റിമേറ്റ്, അതേപോലെ അതിൻ്റെ ബൗണ്ടറീസ്, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റഡി, ഇതെല്ലാം ഒരു പ്രോജക്റ്റിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. അടുത്തത് സബ് വർക്ക്. അപ്പം വലിയൊരു വർക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞ വില്ല പ്രോജക്റ്റിൽ തന്നെ നമ്മൾ സബ് വർക്കായിട്ട് സബ് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പം ഈ വില്ലയ്ക്കുള്ളിലുള്ള അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള പാത്ത്, റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ സബ് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ സീവർ ലൈൻസ് ലേ ചെയ്യുന്ന സബ് വർക്കായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിൽ ചെറിയ ചെറിയ യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്ക്സിനെ പല സബ് വർക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. A large work or project may consist of several buildings or small works, and each of these works is called as sub-work. ഇനി സൈറ്റ് പ്ലാൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? For all building plans, site plans are prepared showing orientation of the building, boundaries of the land, position of roads, drains, water pipes, adjoining plots of land with their ownership, north direction. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ മാർക്ക് ചെയ്യും. അതേപോലെ അതിലേക്ക് വരാനുള്ള അഡ്ജോയിനിങ് റോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും, അപ്രോച്ച് റോഡ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും, അതേപോലെ നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ഇനി അഡ്ജോയിനിങ് ലാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിനെയാണ് നമ്മൾ സൈറ്റ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് ലേ ഔട്ട് പ്ലാൻ. ലേ ഔട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ വില്ല പ്രോജക്റ്റിന് പറഞ്ഞ കൂട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മാത്രമല്ല, ഒന്നിലധികം ബിൽഡിങ്സ്, ഇപ്പോൾ ഒരു വില്ല പ്രോജക്റ്റ് ആണ്, ഒരു 20 വില്ലാസ് ഉണ്ടെങ്കിൽ ഈ 20 വില്ലയുടെയും പൊസിഷൻ, അതിൻ്റെ ഓരോന്നിൻ്റെ ഓറിയൻറ്റേഷൻ, ഇടയ്ക്കൂടെ പോകുന്ന പേവ്മെൻറ്റ്സ്, റോഡ്സ്, പാർക്ക് പോലെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, സ്വിമ്മിംഗ് പൂൾസ്, അതേപോലെ ഇപ്പോൾ ട്രാൻസ്ഫോമർ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, ജനറേറ്റർ റൂം, അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പൊസിഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. അതേപോലെ നോർത്ത് ഡയറക്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്രോച്ച് റോഡ്സ്, റോഡ്, ഹൈവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഡ്രോയിങ്ങിനെയാണ് നമ്മൾ ലേ ഔട്ട് പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡെക്സ് പ്ലാൻ എന്താണ്? ഇൻഡെക്സ് പ്ലാൻ എന്ന് പറയുമ്പോൾ വലിയ മേജർ പ്രോജക്ട്സിന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഡാം ഉൾപ്പെടെയുള്ള കനാൽ സിസ്റ്റം, റോഡിൻ്റെ, ഹൈവേയുടെ പ്രോജക്ട്സ്, അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സിന് ഈ നമ്മൾ സ്കെയിൽ കുറച്ച്, അതായത് ഓൾമോസ്റ്റ് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.5 കിലോമീറ്റർ എന്ന അത്രയും ചെറിയ സ്കെയിലിൽ നമ്മൾ വരയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കുന്ന ഒരു മാപ്പിനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്ലാൻ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ഇതിനെ കീ പ്ലാൻ എന്നും വിളിക്കാറുണ്ട്, അങ്ങനെ മറ്റൊരു പേരുമുണ്ട്. അപ്പോൾ ചെറിയ സ്കെയിലിൽ വലിയ വലിയ പ്രോജക്ട്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു ഹൈവേ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഓരോ ജംഗ്ഷൻസ്, ഓരോ സ്ട്രീറ്റ്സ്, ഈ ഹൈവേ പാസ് ചെയ്യുന്ന ഓരോ പോയിന്റ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കും. അപ്പം അങ്ങനെ ചെറിയ സ്കെയിലിൽ വലിയൊരു ഏരിയ അല്ലെങ്കിൽ വലിയൊരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിനെയാണ് നമ്മൾ ഇൻഡെക്സ് പ്ലാൻ അല്ലെങ്കിൽ കീ പ്ലാൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ടേം ക്വാണ്ടിറ്റി സർവേ. ക്വാണ്ടിറ്റി സർവേ എന്ന് വെച്ചാൽ എന്താ? ക്വാണ്ടിറ്റി, ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാണ്ടിറ്റി എത്രത്തോളം വരുമെന്നത് കണ്ടുപിടിക്കുന്ന, എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്വാണ്ടിറ്റി സർവേ എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയ പലപ്പോഴായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ പ്ലിന്ത് ഏരിയ? പ്ലിന്ത് ഏരിയ ഇസ് ദ ബിൽട്ട് അപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. ഇനി പ്ലിന്ത് ഏരിയ പഠിക്കാൻ നേരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യത്തില്ല എന്നതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ദ ഫോളോയിങ് ഷെൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ കാൽക്കുലേഷൻ. ഓൾ ഫ്ലോർസ് ഏരിയ ഓഫ് വാൾ അറ്റ് ദ ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിങ് പ്ലിന്ത് ഓഫ്സെറ്റ്. ഈ പ്ലിന്ത് ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ബിൽഡിംഗ് പുറമേ നിന്ന് നോക്കുമ്പോൾ വാളും പ്ലിന്തിൻ്റെ എക്സ്റ്റേണൽ ബൗണ്ടറിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്, അതിനെയാണ് നമ്മൾ പ്ലിന്ത് ഓഫ്സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പ്ലിന്ത് ഓഫ്സെറ്റ് ഒഴിച്ചുള്ള ബാക്കി ഓരോ ഫ്ലോർ ലെവലിലുള്ള ഏരിയയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻറ്റേർണൽ ഷാഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, ലിഫ്റ്റ്, അതേപോലെ സാനിറ്ററി വർക്ക്സിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ ഷാഫ്റ്റ്സ്, ഓപ്പണിങ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏരിയ 2 മീറ്റർ സ്ക്വയറിൽ താഴെയാണെങ്കിൽ അതും നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യും. ഏരിയ ഓഫ് ബർസാത്തി ആൻഡ് ഏരിയ ഓഫ് മംതി. ഈ ബർസാത്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ റൂഫിൽ, ഐ മീൻ ഏറ്റവും മുകളിൽ ടെറസിൽ ചെറിയ റൂംസ് ഇറക്കാറുണ്ട്, ഒറ്റ റൂം അല്ലെങ്കിൽ 2 റൂം. അപ്പോൾ അതങ്ങനത്തെ റൂംസിനെയാണ് ബർസാത്തി എന്ന് വിളിക്കുന്നത്. ഇനി മംതി എന്ന് വിളിക്കുന്നത് നമ്മുടെ സ്റ്റെയർ റൂം ഉണ്ടല്ലോ, റൂഫിൽ ഏറ്റവും മുകളിൽ ടെറസിൽ നമ്മൾ സ്റ്റെയർ റൂമായിട്ട് കൊടുക്കുന്ന ആ ഒരു സ്റ്റെയറിന് മുകളിലേക്ക് ടെറസിലേക്കുള്ള ആക്സസ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു സ്റ്റെയർ റൂം കൊടുക്കും. അപ്പോൾ അതിനെയാണ് മംതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ പ്ലിന്ത് ഏരിയയുടെ കാൽക്കുലേഷന് കൺസിഡർ ചെയ്യും. ഏരിയ ഓഫ് പോർച്ചസ് അതർ ദാൻ കാൻഡിലിവേർഡ് പോർച്ചസ്. ഇപ്പോൾ കാൻഡിലിവേർഡ് അല്ലാത്ത
സപ്പോർട്ടുള്ള പോർച്ചസ്, ഇതിനെയെല്ലാം നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യും. ഇനി കൺസിഡർ ചെയ്യാത്തത് എന്തൊക്കെയാണ്? ഫോളോയിങ് ഷെൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ. ഏരിയ ഓഫ് ലോഫ്റ്റ്, നമ്മുടെ തട്ടൊക്കെ വരത്തില്ലേ, തട്ടും പുറമെന്നൊക്കെ പറയുമല്ലോ റൂഫിൻ്റെ, ആ ലോഫ്റ്റിൻ്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. കോർട്ട്യാർഡ് കൺസിഡർ ചെയ്യത്തില്ല. ബാൽക്കണീസ് ആൻഡ് കാൻറ്റിലിവർ പ്രൊജക്ഷൻസ്, നമ്മൾ എൻക്ലോസ്ഡ് അല്ലാത്ത ബാൽക്കണികൾ, അതേപോലെ കാൻറ്റിലിവർ എന്തെങ്കിലും പ്രൊജക്ഷൻ, അങ്ങനെ കാൻറ്റിലിവർ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്റ്റൻഷൻ പോലെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യത്തില്ല. ഇൻറ്റേർണൽ സാനിറ്ററി ഷാപ്സ് പ്രൊവൈഡഡ് ദീസ് ആർ മോർ ദാൻ 2 മീറ്റർ സ്ക്വയർ ഇൻ ഏരിയ. 2 മീറ്റർ സ്ക്വയർ ഏരിയയിൽ കൂടുതൽ വലിപ്പമുള്ള ഇൻറ്റേർണൽ ഷാഫ്റ്റ് ഓപ്പണിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കൺസിഡർ ചെയ്യത്തില്ല. അൺഎൻക്ലോസ്ഡ് ബാൽക്കണീസ്, ടവേഴ്സ്, ഡോംസ് പ്രൊജക്റ്റിംഗ് അബവ് ദ ടെറസ് ലെവൽ. ടെറസ് ലെവലിന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഡോം ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ പ്ലിന്ത് ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തോണം. ആർക്കിടെക്ചറൽ ബാൻഡ്സ് ആൻഡ് കോർണേഴ്സ്, നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ പുറമേ ഭംഗിക്ക് വേണ്ടി ആർക്കിടെക്ചറൽ അപ്പിയറൻസിന് വേണ്ടി കൊടുക്കുന്ന കോർണേഴ്സുകളുണ്ട്, കോർണേഴ്സ് ബാൻഡ്, ഇതൊന്നും പ്ലിന്ത് ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യാറില്ല. സൺഷെയ്ഡുകൾ, എക്സ്റ്റൻഷൻസ്, അതും ഇതുപോലെ കാൻറ്റിലിവേർഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഉണ്ടല്ലോ, അതും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോക്സ് ലൂവേഴ്സ്, ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല പ്ലിന്ത് ഏരിയയിൽ. അടുത്തത് ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ എന്തോ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലിന്ത് ഏരിയയിൽ നിന്നും വോളിൻ്റെ ഏരിയ കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി കിട്ടുന്ന ഏരിയയാണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് വിളിക്കുന്നത്. അതായത് യൂസബിൾ ആയിട്ടുള്ള ഏരിയയാണ് ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഇസ് എ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ഇൻ ബിറ്റ്വീൻ വാൾസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഫ്ലോർ of all rooms, veranda, passage, corridor, bathroom. Sills of doors and openings are not included in the floor area. Area occupied by wall, pillars, pilaster and other intermediate supports are not included in the floor area. In short, floor area is equal to plinth area minus area occupied by walls. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പ്ലിന്ത് ഏരിയയിൽ നിന്നും വാൾസ് ഓക്കുപ്പൈ ചെയ്യുന്ന ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ഏരിയയാണ് ഫ്ലോർ ഏരിയ. സർക്കുലേഷൻ ഏരിയ. സർക്കുലേഷൻ ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ പാസേജ് ഒക്കെ വരുമല്ലോ, പാസേജ്, സ്റ്റെയർ, ലിഫ്റ്റ്, എസ്കലേറ്റർ, ഇതൊക്കെ ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പം സർക്കുലേഷൻ ഏരിയ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഹൊറിസോണ്ടലി നമുക്ക് നീങ്ങാൻ വേണ്ടി വരുന്ന കോറിഡോർസ്, പാസേജസ്, ഇതെല്ലാം ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയിൽ വരും. ഇപ്പം സ്റ്റെയർ, എസ്കലേറ്റർ, ലിഫ്റ്റ്, ഇതിൻ്റെയൊക്കെ ഏരിയസ് എല്ലാം വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയിലാണ് വരുന്നത്. ഇതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എത്ര പെർസെൻറ്റേജോളം നമുക്ക് കൺസിഡർ ചെയ്യണം എന്നതാണ്. അതായത് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയും വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയും പ്ലിന്ത് ഏരിയയുടെ എത്ര പെർസെൻറ്റേജോളം വരും എന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ടത്. Circulation area is the floor area of veranda, passage, corridor, etc. which are used for movement of persons using the building. ഇനി 2 ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയും വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഇസ് the area of veranda, passage, corridor, balcony, porches which are required for the horizontal movement of the users of the building. This may be 10 to 15% of the plinth area of the building. ഇപ്പോൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ നമ്മൾ പ്ലിന്ത് ഏരിയയുടെ 10 to 15% ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓർ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, entrance hall adjacent to them which are required for vertical movement of the users of the building. ഇനി ഇത് നമ്മൾ എത്ര പെർസെൻറ്റേജ് കൺസിഡർ ചെയ്യുന്നത്? പ്ലിന്ത് ഏരിയയുടെ 4 to 5% ആണ് നമ്മൾ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളുക, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എത്ര പെർസെൻറ്റേജും വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എത്ര പെർസെൻറ്റേജും, ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ്. അടുത്തത് കാർപ്പറ്റ് ഏരിയ. Carpet area is a useful area or livable area or lettable area. It is a total floor area minus circulation area, veranda, ടോയ്ലറ്റിൻ്റെ ഏരിയാസ്, കിച്ചൻ്റെ ഏരിയ. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് കാർപ്പറ്റ് ഏതൊക്കെ ഏരിയയിൽ ഇടാൻ പറ്റുമോ, ലിവബിൾ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണോ അതിനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. The carpet area of residential building may be 50 to 65% of the plinth area. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്സിൻ്റെ കേസിൽ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയയുടെ 50 to 65% ആയിരിക്കും. ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി 60 to 75% ഓഫ് പ്ലിന്ത് ഏരിയ ഓഫ് ബിൽഡിംഗ്. ഇനിയും എക്സ്റ്റേണൽ സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരം
ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കൂടാതെ പുറമേ വരുന്ന കുറച്ച് വർക്ക് ഉണ്ടാകും. അതായത് പുറമേ നമ്മൾ ചെടികൾ, ആർക്കിടെക്ചറൽ അപ്പിയറൻസിന് വേണ്ടി ചെടികൾ, പ്ലാന്റേഷൻസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ പണിയാൻ വേണ്ടി എക്സ്കവേഷനൊക്കെ കാണും, അല്ലെങ്കിൽ പുറമേ അപ്രോച്ച് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ കാണും. അപ്പം ഇങ്ങനെ പുറമേ വരുന്ന വർക്കുകളൊക്കെയാണ് ഈ എക്സ്റ്റേണൽ സർവീസസിൽ വരുന്നത്. In a project, besides the building structure, certain outside work are required which come under external services. Digging, filling, leveling and dressing of roads, approach road in the construction, external sewage works, അതായത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, അപ്പോൾ അതിൻ്റെ വർക്ക്സ്, അതുപോലെ സർവീസ് ലൈൻസ്, നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻസിൻ്റെ വർക്ക്, സ്റ്റോം വാട്ടർ ഡ്രെയിൻസ്, കോമ്പൗണ്ട് വാളിൻ്റെ കൺസ്ട്രക്ഷൻ, ഗേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം എക്സ്റ്റേണൽ സർവീസസിൽ വരുന്നതാണ്. പ്ലാന്റേഷൻ ഓഫ് ട്രീസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ സർവീസസ് മേ വേരി ഫ്രം 10 to 20% ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പം വലിയ വില്ല പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഗ്രീനറി ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിരിക്കും. പാർക്സ് വരും, അതേപോലെ സ്വിമ്മിംഗ് പൂൾസ്, ചിലപ്പോൾ കോമൺ സ്വിമ്മിംഗ് പൂൾസ് വരും, അതേപോലെ ഈ ഗ്രീനറി ഗാർഡൻസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന കുറച്ചധികം കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ പ്രോജക്ട്സിൽ വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എത്രത്തോളം എക്സ്റ്റേണൽ വർക്ക്സിന് റേറ്റ് വരും എന്നതിൽ വ്യത്യാസം വരും. കണ്ടിജൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Contingencies indicate incidental expenses of miscellaneous character which cannot be classified under any distinct item subhead. അതായത് പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന ചില ചിലവുകൾ വരും കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ. അപ്പം അതിനെയാണ് നമ്മൾ കണ്ടിജൻസീസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ഹെഡിന് അണ്ടറിൽ നമുക്ക് ഇതിനെ ഒതുക്കി നിർത്താൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ വർക്ക്സിനെയാണ്, മിസ്ലേനിയസ് ആയിട്ട് വരുന്ന ചില ചിലവുകളെയാണ് നമ്മൾ കണ്ടിജൻസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടിജൻസീസ് എത്ര പെർസെൻറ്റേജോളം വരാം എന്നതാണ് എക്സാമിന് ചോദിക്കുന്നത്. 3% to 5% ഓഫ് ദ എസ്റ്റിമേറ്റ് കോസ്റ്റാണ് നമ്മൾ കണ്ടിജൻസീസിനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്, കണ്ടിജൻസീസിനായിട്ട് എത്ര പെർസെൻറ്റേജ് എമൗണ്ടാണ് യൂഷ്വലി എസ്റ്റിമേറ്റിൽ ഇടുന്നതെന്നുള്ളത്. അപ്പോൾ കണ്ടിജൻസീസ് എന്തായിരുന്നു? മിസ്ലേനിയസ് സ്വഭാവമുള്ള, അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സബ്ഹെഡിന് അണ്ടറിൽ നമുക്ക് ഇടാൻ പറ്റാത്ത ചില ചിലവുകൾ വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടിജൻസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അപ്പം നമ്മൾ അപകടത്തിൽപ്പെട്ട ലേബറേഴ്സിനെ അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുന്നു, അതിൻ്റെ ചിലവുകൾ, അങ്ങനെ പ്രതീക്ഷിക്കാതെ വരുന്ന ചില എക്സ്പെൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഈ കണ്ടിജൻസീസിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിലും മെറ്റീരിയൽസിന് ഡാമേജ് വന്നു, എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻ കാരണം, അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വീണ്ടും മെറ്റീരിയൽ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രതീക്ഷിക്കാത്ത മിസ്ലേനിയസ് നേച്ചറുള്ള വർക്കാണ് കണ്ടിജൻസീസിൽ വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 to 5% ആണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇനി വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് നടക്കുന്ന അത്രയും ടൈമിൽ ടെമ്പററി ആയിട്ട് കുറച്ച് സ്റ്റാഫിനെ നമുക്ക് നിർത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം സെക്യൂരിറ്റി പേഴ്സൺസിനെ വെക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നമുക്ക് കുറച്ച് ലേബർ സ്റ്റാഫിനെ നിർത്തേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ടെമ്പററി വർക്കിനായിട്ട് നമ്മൾ കുറച്ച് വർക്കേഴ്സിനെ നിർത്തേണ്ടി വരും. അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, സാലറി, അതാണ് ഈ വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടറിൽ വരുന്നത്. ഇതിലും എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് എക്സാമിന് ചോദിക്കുന്നത്. 1.5 to 2% ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഓർ എ പ്രൊജക്ട്, സർട്ടൻ നമ്പർ ഓഫ് വർക്ക് സൂപ്പർവൈസേഴ്സ്, ചോക്കിദാർസ് എക്സെട്ര ആർ റിക്വയർഡ് ടു ബി എംപ്ലോയ്ഡ് and their salaries are paid from the amount of work charged establishment. A percentage of 1.5 to 2% of the estimated cost is included in the estimate. അടുത്തത് ടൂൾസ് ആൻഡ് പ്ലാൻസ്. നമുക്ക് കൺസ്ട്രക്ഷന് ആവശ്യമായി വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ടൂൾസ്, ഇതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് എസ്റ്റിമേറ്റിൽ നിന്ന് മാറ്റി വെക്കണം? 1 to 1.5% ഓഫ് ദ എസ്റ്റിമേറ്റ് കോസ്റ്റാണ് നമ്മൾ ടൂൾസിനായിട്ട് മാറ്റി വെക്കുന്നത്. അടുത്തത് സെൻറ്റേജ് ചാർജ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ചാർജസ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് വർക്ക് ആണെങ്കിൽ, ഡിസൈൻ വർക്ക് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ PWD ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഈ വർക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു എമൗണ്ട് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ടിനെയാണ് നമ്മൾ സെൻറ്റേജ് ചാർജ് എന്ന് വിളിക്കുന്നത്. അതായത് ഡിസൈൻ വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം എമൗണ്ട് ചാർജ് ചെയ്യുന്നു ടോട്ടൽ വർക്കിൻ്റെ എസ്റ്റിമേറ്റിൽ നിന്നും, അതിനെയാണ് നമ്മൾ സെൻറ്റേജ് ചാർജ് എന്ന് വിളിക്കുന്നത്. When the engineering department takes up the work of other department, a percentage amount of 10 to 15% of the estimated cost is charged to meet the expenses of the establishment, designing, planning, supervision, etc. And this percentage charge is known as centage charge.
അപ്പം സെൻറ്റേജ് ചാർജ് എന്തായിരുന്നു? ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂപ്പർവിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ഹെൽപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നും ഈ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുന്ന എമൗണ്ടാണ് സെൻറ്റേജ് ചാർജ്. അടുത്തത് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിരുന്നു, നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമല്ലോ, അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലിൻ്റെ കൂടെ മെറ്റീരിയലിൻ്റെ റേറ്റ് എത്രയാണോ അത് യൂണിറ്റ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്ര വേണ്ടി വരുന്നു എന്ന് കിട്ടുന്നത്. അപ്പോൾ യൂണിറ്റ് റേറ്റ് ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ചെന്നൈയിലുള്ള ബ്രിക്ക് വർക്കിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ലൊക്കാലിറ്റിയിലും ഇതിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ മിസ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക്, ഒരു PDF പബ്ലിഷ് ചെയ്യും ഇത്ര വർഷം കൂടുമ്പോൾ. അപ്പോൾ അതിൽ ഓരോ മെറ്റീരിയലിനും മാക്സിമം ചാർജ് ചെയ്യാവുന്ന റേറ്റ് എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. To facilitate the preparation of estimates and also to serve as a guide in setting rates in connection with contract agreement, a schedule of rate for all items of work is maintained in the engineering department in the form of printed books known as schedule of rate books. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ഓർ സാങ്ഷൻ. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും, ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് വർക്ക്സ് ആണെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുന്നത്. അല്ല പ്രൈവറ്റ് വർക്ക്സ് ആണെങ്കിൽ ആ വർക്ക് ഏറ്റെടുക്കുന്ന കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ സാങ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഡിസൈൻ ടീമിന് അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമിന് അതിൻ്റെ ഡിസൈൻ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് വെച്ചാൽ ഫൈനാൻസുമായിട്ട് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാങ്ഷൻ മുകളിലത്തെ നിലയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വർക്ക് നമുക്ക് ഫൈനാൻഷ്യൽ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ തലത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സാങ്ഷൻസ് വേണം. ഇപ്പം ഒരു കമ്പനി വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഡിസൈൻസ്, സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അതിൻ്റെ കൺസേൺ ഹെഡിൽ നിന്നും ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാതെ ആ വർക്ക് അല്ലെങ്കിൽ ആ ഡിസൈൻ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ടെക്നിക്കൽ സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് യൂഷ്വലി ടെൻഡർ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റിൻ്റെ ഒരു ടേബിള് പഠിച്ചായിരുന്നല്ലോ, അപ്പോൾ ആ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റീസിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാറില്ല. അത് കോൺട്രാക്ടറാണ്, ടെൻഡറിന് അപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടറാണ് ആ ഒരു കോളം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വർക്കും ക്വാണ്ടിറ്റിക്ക് എത്ര റേറ്റ് വരുന്നു ആ ഒരു പർട്ടിക്കുലർ ടോട്ടൽ എമൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് പ്രിപ്പയർഡ് ഇൻ എ ടാബുലർ ഫോം സിമിലർ ടു ദ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, but the rate and amount columns are left blank. It is primarily meant for inviting tender and supplied to the contractor to fill up the rates. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ എസ്റ്റിമേറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ടെക്നിക്കലായിട്ടുള്ള ടേംസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ ടേംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ. പ്ലിന്ത് ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നേരം അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യില്ല എന്നുള്ളത് നോക്കണം. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ കണ്ടിജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ടൂൾസ് ആൻഡ് പ്ലാൻസ്, സെൻറ്റേജ് ചാർജ്, ഇതിനൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ എസ്റ്റിമേറ്റിൽ അതിനായിട്ട് മാറ്റി വെക്കുന്നത് എന്നതോടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.